ആതുര സേവന രംഗത്ത് 40 വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസതയും നേടിയ തൃശൂരിലെ സുധർമ്മ മെട്രോപോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും 40 വർഷത്തെ സേവന പാരമ്പര്യം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 400-ൽ പരം ടെസ്റ്റുകൾ, 200-ലധികം ലാബുകൾ, കൃത്യമായ രോഗനിർണയം, കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ്. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, ഗണപതി കോംപ്ലക്സ്, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. തുടർച്ചയായി വടക്കാഞ്ചേരി മേഖലയിലുണ്ടായ അപകടങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പറഞ്ഞു. ഒക്കെയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണ്. ഈ വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് ഈ 2 അപകടങ്ങൾ സംഭവിച്ചത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾ ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ട് ഇപ്പോഴും ചികിത്സയിലാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ വകുപ്പ് മന്ത്രിയോ സർക്കാരോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്. ആദ്യം മരണപ്പെട്ടയാൾ ലൈൻമാനാണ്, ഇപ്പം ഈ അപകടം സംഭവിച്ചയാള് കരാർ ജീവനക്കാരാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ കരാർ കൊടുക്കുന്ന കാര്യത്തിൽ പോലും വലിയ എന്താ പറയാ ക്രമക്കേടുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യൂണിയന്റെ അതിപ്രസരവും CITUകാരുടെ സംരക്ഷണവും തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കരാർ ജീവനക്കാരായി കരാർ കൊടുക്കുകയും കരാർ ജീവനക്കാരായി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരും കരാർ തൊഴിലാളികളുമാണ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളതും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടുള്ളതും. ഉന്നത ഉദ്യോഗസ്ഥർ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തരവാദികളായവരെ രക്ഷപ്പെടുത്തി സാധാരണ തൊഴിലാളികളെ ബലിയാടാക്കുകയാണ്. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം തുടരുമെന്ന് ഷാഹിദ റഹ്മാൻ പറഞ്ഞു. വടക്കാഞ്ചേരി KSEB ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷാഹിദ റഹ്മാൻ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് എന്ന് ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. കാരണം വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി KSEBയുടെ ജീവനക്കാർ, അത് കരാർ ജീവനക്കാരനാണ് കഴിഞ്ഞ ദിവസം ഷോക്കേറ്റത് എങ്കിൽ അതിനു മുമ്പ് ഷോക്കേറ്റ് മരണപ്പെട്ടത് KSEBയുടെ ലൈൻമാൻ ആയിട്ടുള്ള സുധാകരനായിരുന്നു. ആ സുധാകരന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന കഴിഞ്ഞ ദിവസം കരാർ ജീവനക്കാരന് ഷോക്കേറ്റത്. തീർച്ചയായിട്ടും ഇതിൽ ഉദ്യോഗസ്ഥർക്ക് ഇത്രയും ദിവസമായി ഒരു ലൈൻമാൻ മരണപ്പെട്ടിട്ട് പോലും അതിനു വേണ്ട നടപടി എടുക്കുന്ന കാര്യത്തിൽ KSEBക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. KSEB കേരളത്തിൽ വൈദ്യുതി മേഖലയിൽ സർക്കാരിന്റെ ഉടമസ്ഥതയുള്ള കമ്പനിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും KSEBയുടെ ഇതുപോലെയുള്ള നിരുത്തരവാദപരമായിട്ടുള്ള നടപടികൾ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത് ഈ KSEB എന്ന് പറയുന്ന 100% സംസ്ഥാന സർക്കാരിന്റെ, ഈ സംസ്ഥാനത്തെ നമ്മൾ ഉൾപ്പെടുന്ന ഓരോ ജനങ്ങളുടെയും ഈ ഒരു കമ്പനി ഇത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങളാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുകയാണ്. ജയൻ മംഗലം, TV സണ്ണി, ബുഷ്ര റഷീദ്, ബിജു ഇസ്മായിൽ, KK അബൂബക്കർ, നബീസ, നാസർ അലി, സൈറ ബാനു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.